ഇപ്പോൾ MLA സണ്ണി ജോസഫ് MLA വരും. അത് good result in the history of Congress. Of course. Okay. Of course. ചേർത്ത് പിടിക്കും. ഉമ്മ വെക്കണോ? ഉമ്മ വെക്കണോ? രണ്ട് എൻ്റെ പഴയ DCC പ്രസിഡന്റുമാരാണ്. അലിഞ്ചേലേരിയും DCCന്റെ പ്രസിഡന്റ് തന്നെയാണ്. ഓക്കെ 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 ശരി. തീരുമാനം വന്ന് നിങ്ങളെല്ലാവരും അറിഞ്ഞു. നമ്മുടെ KPCC പ്രസിഡന്റ് K. സുധാകരൻ കണ്ണൂർ ജില്ലയിൽ നിന്നുള്ള നേതാവാണ്. ഇപ്പോൾ KPCC പ്രസിഡന്റായിട്ട് വന്നിരിക്കുന്ന പുതിയതായി നിയമിതനായിട്ടുള്ള ആളും കണ്ണൂർ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റായി ദീർഘകാലം ഉണ്ടായി ഒരാളാണ്. ഇപ്പോൾ സണ്ണി ജോസഫ് MLA KPCC പ്രസിഡന്റായിട്ട് AICCയുടെ ഉത്തരവ് വന്നിട്ടുണ്ട്. രണ്ടുപേരും ഇവിടെയുണ്ട്. KPCC പ്രസിഡന്റും ഉണ്ട്, നിയുക്ത KPCC പ്രസിഡന്റും ഇവിടെ ഇരിക്കുകയാണ്. ഒരു കാര്യം കൂടി, KPCC പ്രസിഡന്റിനെ ഇമ്മീഡിയറ്റ് എഫക്റ്റിൽ വർക്കിംഗ് കമ്മിറ്റിയുടെ സ്ഥിരം ക്ഷണിതാവായിട്ട് നിയമിച്ചിട്ടുണ്ട് എന്നുള്ളതും കണ്ണൂർ ജില്ലയെ സംബന്ധിച്ചിടത്തോളം, കേരളത്തെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷമുള്ള കാര്യമാണ്. വലിയൊരു പ്രൊമോഷനാണ് KPCC പ്രസിഡന്റിന് ലഭിച്ചിരിക്കുന്നത്. അത് രാഹുൽ ഗാന്ധിയും ഖാർഗെയും ഇന്ന് വൈകുന്നേരം നേരിട്ട് സംസാരിച്ച് കാര്യങ്ങളെല്ലാം വിശദീകരിച്ച് പറഞ്ഞ് ഒരു അരമണിക്കൂർ നേരം അവർ സംസാരിച്ച് കാര്യങ്ങൾ സംസാരിക്കുകയുണ്ടായി എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇതാ ഇത് വർക്ക് ചെയ്യുന്നതാ? പിന്നെ മൈക്കെടുത്തു, ചാനലുകാരുടെ മൈക്കേ ഉള്ളൂ, അതിൽ പറഞ്ഞാൽ മതിയാ? സണ്ണി ജോസഫ് ഞാൻ DCCയുടെ പ്രസിഡന്റായിരുന്നപ്പോൾ എന്നാണ് പ്രസിഡന്റായിരുന്നപ്പോൾ ജനറൽ സെക്രട്ടറി ആയിരുന്നു, മന്ത്രിയായിരുന്നപ്പോൾ DCCയുടെ പ്രസിഡന്റായിരുന്നു. ഇപ്പം അദ്ദേഹം കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റായി അദ്ദേഹത്തെ ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റി നിശ്ചയിച്ചത് കണ്ണൂരിന് ഒരു പ്രത്യേകത, കണ്ണൂരിലെ കോൺഗ്രസ് നേതാക്കന്മാർക്കൊരു പ്രത്യേകതയുടെ ഭാഗമായി തന്നെയാണ് എന്ന് ഞാൻ കരുതുകയാണ്. അദ്ദേഹത്തെ അനുമോദിക്കുന്നു എന്ന് മാത്രമല്ല, അദ്ദേഹം എന്നും വളരെ കർക്കശ ബുദ്ധിയുള്ള ഒരാളാണ്. അദ്ദേഹം പ്രവർത്തന രംഗത്ത് എല്ലാ പ്രവർത്തകന്മാരെയും ഒറ്റക്കെട്ടായി തോളോട് ചേർത്ത് കൊണ്ടുപോകാൻ സാധിക്കുന്ന കഴിവും പ്രാപ്തിയുമുള്ള
പാരമ്പര്യമുള്ള ഒരു നേതാവാണ് സണ്ണി ജോസഫ്. ഭരണരംഗത്ത് പരിചയസമ്പന്നതയുണ്ട്, രാഷ്ട്രീയ രംഗത്തകത്തിൽ കഴിവുണ്ട്, എല്ലാ കഴിവും അദ്ദേഹത്തിനുണ്ട്. അതുകൊണ്ട് തന്നെ അഖിലേന്ത്യാ തലത്തിൽ KPCCയുടെ പ്രസിഡന്റ് എന്ന നിലക്ക് കേരളത്തിലെ കോൺഗ്രസിന് അമൂല്യമായ അതുല്യമായ സംഭാവന ചെയ്യാൻ അദ്ദേഹത്തിൻ്റെ സേവനത്തിന് സാധിക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. ആ പ്രതീക്ഷയ്ക്ക് എല്ലാ പിന്തുണയും നൽകാൻ ഞാനും നിങ്ങളും ഒറ്റക്കെട്ടായി അദ്ദേഹത്തോടൊപ്പം അദ്ദേഹത്തിൻ്റെ പിറകിൽ ഉണ്ടാവണമെന്ന് ഞാൻ സ്നേഹപുരസ്സരം അപേക്ഷിക്കുന്നു. അദ്ദേഹത്തിന് എല്ലാ ഭാവുകങ്ങളും കേരളത്തിൻ്റെ ഈ രാഷ്ട്രീയ രംഗത്ത് അദ്ദേഹത്തിന് ഭാവുകങ്ങൾ നേർന്നുകൊണ്ട് നിങ്ങളെയെല്ലാം പിന്തുണയോടുകൂടി ഞാൻ അദ്ദേഹത്തെ അനുമോദിക്കുന്നു. ആ അനുമോദനം നിങ്ങളും ഷെയർ ചെയ്യുക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഒരിക്കൽ കൂടി അദ്ദേഹത്തിന് ഭാവുകങ്ങളും ആശംസകളും നേരിക്കൊണ്ട വാക്ക് ചുരുക്കുന്നു. നമസ്കാരം. KPCC പ്രസിഡന്റ് ശ്രീ സുധാകരനോട് പറഞ്ഞതുപോലെ കണ്ണൂരിലെ പതിറ്റാണ്ടുകളുടെ രാഷ്ട്രീയ പാരമ്പര്യവും അനുഭവ സമ്പത്തുമുള്ള ഒരാളാണ് സണ്ണി ജോസഫ്. KPCCയുടെ പ്രസിഡന്റായി അദ്ദേഹത്തെ ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റി നിയോഗിച്ചിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ പാർലമെൻ്ററി രംഗത്തും സംഘടനാ രംഗത്തും ഉള്ള അനുഭവ പരിജ്ഞാനം PCCയുടെ സെക്രട്ടറിയായി, PCC പ്രസിഡന്റായി, പിന്നീട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ രാഷ്ട്രീയകാര്യ സമിതി അംഗമായി, എല്ലാറ്റിലുമുപരി പേരാവൂരിൻ്റെ ജനകീയ MLA ആയി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പ്രസ്ഥാനത്തെ കേരളത്തിൽ നയിക്കാനുള്ള ഒരു നിയോഗം അദ്ദേഹത്തിൽ അർപ്പിതമായിട്ടുള്ളത്. തീർച്ചയായും ഈ സ്ഥാനലബ്ധിയിൽ അദ്ദേഹത്തെ അനുമോദിക്കുന്നു. അദ്ദേഹത്തിൻ്റെ സേവനം ഈ നാടിനും സമൂഹത്തിനും സർവോപരി കോൺഗ്രസിനും UDFനും ഫലപ്രദമായി വിനിയോഗിക്കാൻ അദ്ദേഹത്തിന് കഴിയുമാറാകട്ടെ എന്ന് ആശംസിക്കുന്നു. ഇന്ത്യ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ എല്ലാ മംഗളങ്ങളും അഭിവാദ്യങ്ങളും ആശംസകളും അദ്ദേഹത്തിന് അർപ്പിക്കുന്നു. ശ്രീ K. സുധാകരൻ, മാർട്ടിൻ ജോർജ്, കരീം ചേലേരി, പ്രിയമുള്ള സഹപ്രവർത്തകരെ, കണ്ണൂരിലെ സ്നേഹമുള്ള മാധ്യമ സുഹൃത്തുക്കളെ, കേരളത്തിലെ കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് എന്ന ഭാരിച്ച ചുമതല എന്നെ വിശ്വസിച്ചേൽപ്പിച്ച അഖിലേന്ത്യാ കോൺഗ്രസ് നേതൃത്വത്തിനും സംസ്ഥാനത്തെ മുതിർന്ന നേതാക്കന്മാർക്കും സഹപ്രവർത്തകർക്കും ഞാൻ പ്രത്യേകമായിട്ടുള്ള നന്ദി അറിയിക്കുകയാണ്. ശ്രീ AK ആൻ്റണി മുതൽ K. സുധാകരൻ വരെ പ്രഗത്ഭരായിട്ടുള്ള നേതാക്കന്മാരാണ് കേരളത്തിലെ കോൺഗ്രസിന് നേതൃത്വം നൽകിയിട്ടുള്ളത്. അവരുടെ തണലിൽ പ്രവർത്തിക്കാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. സുധാകരന് പകരക്കാരനാകാൻ ഞാൻ മതിയാവില്ല എന്നെനിക്ക് നല്ല വിശ്വാസമുണ്ട്. എന്നാൽ എല്ലാവരുടെയും പിന്തുണയിൽ, സുധാകരൻ ഇവിടെ പറഞ്ഞതുപോലെ തന്നെ എല്ലാവരുടെയും അനുഗ്രഹത്തിൽ എനിക്ക് കോൺഗ്രസിൻ്റെ സമകാലീന ദൗത്യം ഏറ്റെടുത്ത് വിജയകരമായിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കുമെന്ന് പൂർണ്ണമായിട്ടും വിശ്വസിക്കുകയാണ്. അദ്ദേഹം ഞങ്ങൾക്കെല്ലാം നൽകിയിട്ടുള്ള കരുത്തും സ്നേഹവും പിന്തുണയും ഉപദേശ നിർദ്ദേശങ്ങളും വളരെ വിലപ്പെട്ടതാണ്. ഇപ്പോൾ തന്നെ എന്നെ വിളിച്ച് അനുഗ്രഹിക്കുകയും ആശീർവദിക്കുകയും പിന്തുണ അറിയിക്കുകയും എല്ലാവരുടെയും പിന്തുണ അഭ്യർത്ഥിക്കുകയും ചെയ്തതാണ് എൻ്റെ കരുത്ത് എന്ന് ഞാൻ വ്യക്തമാക്കാൻ ആഗ്രഹിക്കുകയാണ്. ബഹുമാനായ KC വേണുഗോപാൽ നമ്മുടെ ജില്ലയിൽ നിന്ന് കോൺഗ്രസിൻ്റെ അഖിലേന്ത്യാ തലത്തിൽ നേതൃത്വം നൽകുമ്പോൾ അദ്ദേഹം എന്നെ AICCയുടെ തീരുമാനം വിളിച്ചറിയിച്ചപ്പോൾ അതും എനിക്ക് വലിയ കരുത്ത് തന്നെയാണ്. പ്രിയപ്പെട്ട ശ്രീ AK ആൻ്റണി എന്നോട് പറഞ്ഞത്, ഇപ്പോൾ ഫോണിൽ സംസാരിച്ചത്, ഉളിക്കല് ഗ്രാമത്തിൽ നിന്നൊരു KPCC പ്രസിഡന്റ് സണ്ണി, ഉളിക്കല് ഗ്രാമത്തിൽ നിന്നൊരു KPCC പ്രസിഡന്റ് ശ്രീ AK ആൻ്റണി 3 പ്രാവശ്യം സന്തോഷത്തോടെ ഫോണിൽ സംസാരിച്ച് ഞാൻ ഓർമ്മിക്കുകയാണ്. കേരളത്തിലെ കോൺഗ്രസിൻ്റെ സമ്പന്നമായൊരു നേതൃനിര, പ്രതിപക്ഷ നേതാവ്, മുൻ പ്രസിഡന്റ് ശ്രീ രമേശ് ചെന്നിത്തല, മുതിർന്ന നേതാക്കന്മാർ ശ്രീ K. സുധാകരൻ, KC ജോസഫ്, നമ്മുടെ ജില്ലയുടെ പ്രതിനിധിയായിട്ട് മന്ത്രിയായ MLA ആയിരുന്ന KC ജോസഫ് എന്നെ വിളിച്ചു. നിരവധി നേതാക്കന്മാർ, ദീപാദാസ് മുൻഷി AC സെക്രട്ടറി വിളിച്ചു, നിരവധി പേർ. ഞാൻ ഈ 1 മണിക്കൂർ ഇരട്ടിയിലെ വീട്ടിൽ നിന്ന് ബഹുമാനായ K. സുധാകരനെ കാണുന്നതിനും അനുഗ്രഹം നേടുന്നതിനും വേണ്ടി ഇങ്ങോട്ട് വരുന്ന വഴിക്ക് ലഭിച്ച ഫോൺ കോളുകൾ തന്നെ കേരളത്തിലെ കോൺഗ്രസിൻ്റെ പ്രവർത്തകരുടെ വലിയ പിന്തുണയാണ് എനിക്ക് ലഭിച്ചതെന്ന് മനസ്സിലാക്കുന്നു. നേതാക്കന്മാരും സഹപ്രവർത്തകരും എല്ലാവരും, നിരവധി പേർ സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വിളിച്ചു. അവരെല്ലാം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനോട് പ്രകടിപ്പിക്കുന്ന താല്പര്യമാണ് എന്ന് പൂർണ്ണമായിട്ട് ഞാൻ മനസ്സിലാക്കുന്നു. കണ്ണൂർ കോൺഗ്രസിൻ്റെ കരുത്തുറ്റ പ്രദേശമാണ്. നേതൃത്വത്തിൻ്റെ വലിയ മഹത്തരമായിട്ടുള്ള നേതാക്കന്മാർ പ്രവർത്തിച്ചൊരു മണ്ണാണ്. KP നൂറുദ്ദീൻ സാഹിബിനെ ഞാൻ ഓർമ്മിക്കുന്നു.
പ്രിയങ്കരായ എൻ രാമകൃഷ്ണനെ ഓർമ്മിക്കുന്നു, കുഞ്ഞമ്പു ഏട്ടനെ ഞാൻ ഓർമ്മിക്കുന്നു. അങ്ങനെയുള്ള മുൻകാല നേതാക്കന്മാരുടെ ഓർമ്മകൾ നമുക്ക് കരുത്തുപകരും. ശ്രീ കെ സുധാകരൻ്റെ ചൈതന്യവത്തായ ആവേശകരമായ നേതൃത്വത്തിൻ്റെ കീഴിൽ ഇനിയും നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും. എല്ലാവരുടെയും സ്നേഹത്തിനും പിന്തുണയ്ക്കും ഞാൻ പ്രത്യേകം നന്ദി പറയുന്നു. കരീം ജയിലേരി ഇവിടെ ഇരുന്നപ്പോൾ മുസ്ലിം ലീഗിൻ്റെ സമുന്നത നേതാവ് അബ്ദുൽ ഖാദർ മൗലവി സാഹിബ് എല്ലാ കാലത്തും എനിക്ക് നൽകിയിട്ടുള്ള പിന്തുണയാൻ ജ്യേഷ്ഠ സഹോദരനായി എനിക്ക് നൽകിയ വലിയ പിന്തുണ ഞാൻ ഓർമ്മിക്കുകയാണ്. UDF കരുത്തുറ്റ പ്രസ്ഥാനമാക്കി മാറ്റാൻ സാധിക്കണം. ഇപ്പോൾ AICC പ്രഖ്യാപിച്ചിട്ടുള്ളൊരു വലിയ ടീമാണ്. ആ ടീമാണ് അടൂർ പ്രകാശിനെ UDF കൺവീനറായിട്ട് നിയമിച്ചിരിക്കുന്നു. അതുപോലെ തന്നെ ചെറുപ്പക്കാരുടെ ഊർജ്ജസ്വലരായിട്ടുള്ള ചെറുപ്പക്കാർ ശ്രീ PC വിഷ്ണുനാഥ്, ഷാഫി പറമ്പിൽ, AP അനിൽകുമാർ, അനുഭവ സമ്പത്തുള്ള കരുത്തുള്ള വളരെ പ്രഗത്ഭമായിട്ടുള്ള ഒരു സഹപ്രവർത്തകരുടെ ടീമാണ് KPCCക്കുള്ളത്. ഇവരുടെ എല്ലാവരുടെയും ടീം വർക്കിൻ്റെ ഭാഗമായിട്ട് മുതിർന്ന നേതാക്കന്മാരുടെ അനുഗ്രഹത്തിൽ ഉപദേശ നിർദ്ദേശങ്ങളിൽ കോൺഗ്രസിനെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള പരിശ്രമത്തിൽ എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ പ്രത്യേകമായിട്ട് അഭ്യർത്ഥിക്കുന്നു. ശ്രീ കെ സുധാകരൻ ഉൾപ്പെടെയുള്ള ആളുകൾ പറഞ്ഞ നല്ല വാക്കിന് പിന്തുണയ്ക്ക് പ്രത്യേകം നന്ദി പറഞ്ഞുകൊണ്ട് നമസ്കാരം. മേയർക്കും പ്രത്യേകം മേയർക്കൊരു കസേര വേണം. മേയറാണ് നഗരപിതാവ്. ഞാനൊന്ന് സണ്ണിവക്കീലിൽ നിന്ന് ആശംസിക്കട്ടെ. ഓക്കെ, അതിലല്ലേ വേണ്ടേ? അയ്യോ, അതിലോട് പോയല്ലോ. സ്വല്പം എന്താ വേണ്ടത്? കയ്യിൽ കൊടുത്താൽ മതി. കയ്യിൽ കൊടുത്താൽ വായിൽ വെച്ച് കൊടുക്കരുത്. കൈ എടലും പിടിച്ച കയ്യാന്നറിയാം. ഇങ്ങനത്തെ ഭ്രാന്ത ഇങ്ങനെ കൊടുക്കാം. ഇതൊന്ന് അപ്പൊ നമുക്ക് വിരിയല്ലേ? ഓ, നേരത്തെ വിളിച്ച് പറഞ്ഞായിരുന്നു. കൺഫർമേഷൻ ഉണ്ടെങ്കിൽ ഞാൻ പ്രതീക്ഷിച്ചതാ. ഞാൻ AICC പ്രസിഡന്റുമായും പ്രിയപ്പെട്ട രാഹുൽജിയായും ഞാൻ 2 ദിവസം മുമ്പ് സംസാരിച്ചിരുന്നു. ആ സംസാരത്തിൽ അവർ ഏതാണ്ട് ഒരു തീരുമാനമെടുത്തു എന്ന് എനിക്ക് മനസ്സിലായിരുന്നു. അതുകൊണ്ട് എനിക്കതൊരു പുതിയ അറിവല്ല. ഞാൻ എപ്പോഴും പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു. ആര് എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയം ഉണ്ടായിരുന്നു. പേരുകൾ പലതും വന്നു. ഇന്നാണ് അതിൻ്റെ ഒരു യഥാർത്ഥ ചിത്രം കിട്ടിയത്. അതിൽ ഞാൻ വളരെയേറെ സന്തുഷ്ടനാണ്. സന്തോഷത്തോടെയാണ് ഞാൻ സണ്ണി ജോസഫിൻ്റെ ഈ സ്ഥാനമാനത്തെ ഞാൻ അംഗീകരിക്കുന്നതും ഉൾക്കൊള്ളുന്നതും. എനിക്ക് ഉൾക്കൊള്ളാൻ സാധിക്കുന്ന ഒരു വ്യക്തിത്വമാണ് സണ്ണി ജോസഫ്. അതുകൊണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം വളരെയേറെ സന്തോഷമുണ്ട് ഈ മുഹൂർത്തം, ഈ സമയം എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. കോൺഗ്രസ് ഇവിടെ ഉണ്ടാവും, ഇന്ത്യ രാജ്യത്തും കോൺഗ്രസ് ഉണ്ടാവും, കണ്ണൂരിലും കോൺഗ്രസ് ഉണ്ടാവും. അതിനെ കരുത്തോടുകൂടി മുമ്പോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്ന പ്രവർത്തനത്തിന് സണ്ണി ജോസഫിൻ്റെ കഴിവും പ്രാപ്തിയും നമുക്ക് ഉപകരിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നത്. കഴിഞ്ഞ ദിവസം നിങ്ങൾ പറഞ്ഞത് മാറ്റാൻ കഴിയില്ല എന്നുള്ള രീതിയിൽ നിങ്ങൾ പത്രക്കാർ പറഞ്ഞതേ നിങ്ങൾ എഴുതാവൂ, പറഞ്ഞതേ നിങ്ങൾ പറയാവൂ. ഞാൻ അങ്ങനെ ഒരു വാക്ക് എവിടെയും പറഞ്ഞിട്ടില്ല. കാരണം എനിക്കറിയാം എൻ്റെ നേതാവാണ് രാഹുൽ ഗാന്ധി, എൻ്റെ നേതാവാണ് ഖാർഗെജി. എനിക്കറിയാം അവരന്ന് സംസാരിച്ചപ്പോൾ തന്നെ എനിക്ക് അവരുടെ ഭാവവും അവരുടെ തീരുമാനവും എനിക്കറിയാം. ഞാൻ അങ്ങനെ ഒരു വിവരക്കേട് പറയുന്നവനല്ല എന്നറിയാലോ.
ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല, പറയുകയില്ല. അത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തിരുത്തണം നിങ്ങളത്. ഏതായാലും പ്രവർത്തക സമിതിയിൽ ക്ഷണിതാവാണോ? പിന്നെന്താ, അംഗീകരിക്കണ്ടേ? പാർട്ടി തരുന്ന സാധനം ഏതായാലും എടുക്കുക, പാർട്ടി തരാത്ത സാധനം വിടുക. അതല്ലേ നമ്മളൊരു അച്ചടക്കമുള്ള ഒരു പാർട്ടിക്കാരൻ. പുതിയ പ്രസിഡന്റ് ആരെ ആക്കണം എന്നുള്ളൊരു നിർദ്ദേശമൊന്നും ചോദിച്ചിരുന്നില്ല. ആരെ ആക്കണം എന്നുള്ളത് ഇന്ന് മാത്രമേ അറിയുള്ളൂ എന്ന് പറഞ്ഞു. അത് ഒരാളോടല്ല ചോദിച്ചത്. അത് കേരളത്തിലെ ഒരുപാട് നേതാക്കന്മാരോട് രാഹുൽ ഗാന്ധി നേരിട്ട് ചർച്ച നടത്തിയിട്ടാണ് ഈ പേര് സെലക്ട് ചെയ്തത്. മനസ്സിലായോ? ഇപ്പൊ നേരത്തെ നമ്മൾ ഇന്നലെയെല്ലാം കേട്ടത് ആരാ കേട്ടത്? മീഡിയാസ് ഉണ്ടാക്കിയ പേരുകൾ. അത് നിങ്ങളുണ്ടാക്കിയ പേര്. അതുകൊണ്ടാണ് പ്രശ്നം ഉണ്ടായത്. പുതിയ പ്രസിഡന്റ് വേണ്ട സ്ഥാനം എന്താ ഉണ്ടായത്? സാഹചര്യം പുതിയ ഒരു ടീം വരുന്നു, അത്ര തന്നെ. 4 വർഷമായില്ലേ ഞാൻ ഒരു സ്ഥാനത്തിരിക്കുന്നത്. 4 വർഷം ഇരിക്കുമ്പോൾ ചില ആളുകൾക്കൊക്കെ ഒരു മടുപ്പ് വരില്ലേ? എനിക്ക് വന്നിട്ടൊന്നുമില്ല. എന്നാൽ മാത്രമല്ല, വർക്കിംഗ് പ്രസിഡന്റും UDF കൺവീനറും എല്ലാം മാറ്റിയല്ലോ. ഒരു വർഷമുണ്ട്. അത് നല്ലതല്ലേ? പുതിയ തെരഞ്ഞെടുപ്പ് വരാൻ പോകുമ്പോൾ നല്ലൊരു പുതിയ ടീമിനെ ഇറക്കിയിട്ട് ആവേശത്തോടെ അവർ അതിനെ മുമ്പിൽ ചാടി പോവില്ലേ? ഇത്രയും വർഷം നിന്ന് ഒരു മടുപ്പ് നമുക്കെല്ലാം ഉണ്ടാവില്ലേ? ആ മടുപ്പില്ലാത്തൊരു ഇലക്ഷൻ വർക്ക് നടക്കാൻ പോവുകയല്ലേ ഇദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ? അതിനൊന്നും പ്രസക്തിയില്ല ചോദ്യത്തിന്. നമ്മൾ ഇപ്പോൾ അതുപോലെ ഞാൻ 4 വർഷമായി. 4 വർഷം ഒരു സ്ഥാനത്ത് ഒരു കസേരയിൽ 4 വർഷം ഇരിക്കുക എന്ന് പറയുന്നത് ഒരു ദീർഘകാലമാണ്. അതിനപ്പുറത്തോട്ടൊന്നും പോകുന്നതിനെ കാര്യം വരുന്നൊന്നുമില്ല. അതുകൊണ്ട് എനിക്ക് എൻ്റെ പാർട്ടി പ്രവർത്തകരുടെ എല്ലാം പിന്തുണ എനിക്ക് അന്നുണ്ട്, ഇന്നുണ്ട്, നാളെയും ഉണ്ടാവും. എനിക്ക് ഒരു ആശങ്കയും ഭയപ്പാടും ഒന്നുമില്ല. സണ്ണി ജോസഫ് എൻ്റെ സ്വന്തമാണ്, എൻ്റെ സ്വന്തമായ എൻ്റെ സഹപ്രവർത്തകനാണ്. അതുകൊണ്ട് അദ്ദേഹം വന്നതിൽ എനിക്ക് ഒരു തരത്തിലുള്ള ഒരു പ്രശ്നങ്ങളുമില്ല. എല്ലാം 100% സന്തോഷത്തോടെ മനസ്സിലേറ്റിയിട്ടാണ് ഞാനിവിടെ നിന്ന് പോകുന്നത്. നിങ്ങളിവിടെ പിടിച്ചു കെട്ടു ഇങ്ങനെ വർത്താനം പറഞ്ഞു. ലാൽ സലാം. അവരെപ്പോ സ്വന്തം